നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനും ഇസ്രായേലും പതിറ്റാണ്ടുകളായി ഔദ്യോഗികമായി യുദ്ധത്തിലാണ്. 1982 ലെബനനിൽ ഇസ്രായേൽ അധിനിവേശം നടത്തി. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും സഖ്യകക്ഷികളായ ക്രിസ്ത്യൻ ലെബനീസ് മിലിഷ്യകളും പിന്നീട് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനന്റെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ 1983 1985 ഇടയിൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി. അതിനുശേഷവും ഇരുപക്ഷവും ഇടയ്ക്കിടെ വെടിവെപ്പ് നടത്തിയിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ 1982 ഹിസ്ബുള്ള സ്ഥാപിച്ചത് തന്നെ ഇസ്ലാമിക വിപ്ലവം വ്യാപകമാക്കാനും ലെബനനെ ആക്രമിച്ച ഇസ്രായേലി സേനയ്ക്കെതിരെ പോരാടുന്നതിനുമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇസ്രായേലിന് ഇവർ വെറുക്കപ്പെട്ടവരാണ്. 2006 ഹിസ്ബുള്ള 2 ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടു പോയതിനെ തുടർന്ന് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധപ്രഖ്യാപനം നടത്തുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ 1000-ലധികം ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. 49 ഇസ്രായേലി സിവിലിയന്മാരും 121 സൈനികരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. 2 വർഷത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോയ സൈനികരുടെ അവശിഷ്ടങ്ങൾ ഹിസ്ബുള്ള തിരികെ നൽകി. ഇസ്രായേലി ജയിലുകളിലെ ലബനീസ് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ കൈവശം വെച്ചിരുന്ന തീവ്രവാദികളുടെയും മൃതദേഹങ്ങൾ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലിന് നൽകേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന് ശേഷമുണ്ടായ പോരാട്ടത്തിൽ ലബനീസ് ഷിയ ഇസ്ലാമിസ്റ്റ് മിലിറ്ററി സംഘടനയായ ഹിസ്ബുള്ളയും പങ്കുചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ സംഘർഷം കനക്കുകയാണ്. ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അഴിച്ചുവിട്ടു. ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകിയത്. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഗസയിലെ ഫലസ്തീനികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇസ്രായേലുമായുള്ള തങ്ങളുടെ ഇപ്പോഴത്തെ പോരാട്ടമെന്ന് ഹിസ്ബുള്ള പറയുന്നു. സോവിയറ്റ് കാലഘട്ടത്തിലെ കത്യൂഷ റോക്കറ്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയ 2006 മുതൽ ലെബനൻ ഗ്രൂപ്പിന്റെ സൈനിക ശേഷി വർദ്ധിച്ചു. ഇന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല പറയുന്നത് തന്റെ ഗ്രൂപ്പിൽ 100,000-ലധികം പോരാളികളും കരുതൽ പ്രവർത്തകരും ഉണ്ട് എന്നാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഇസ്രായേലിന്റെ പ്രതിരോധം മറികടക്കാൻ കഴിയുന്നു എന്നും 1,50,000 റോക്കറ്റുകളും ഗ്രൂപ്പിന്റെ പക്കലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നുമാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായതിനേക്കാൾ വളരെ ആഴത്തിൽ പരസ്പരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലാണ്. ഹിസ്ബുള്ള ഇസ്രായേലിന്റെ 35 കിലോമീറ്റർ അകത്തേക്ക് വെടിയുതിർത്തിട്ടുണ്ട്. എന്നാൽ ലെബനന്റെ വടക്കുഭാഗത്ത് 120 കിലോമീറ്ററിലധികം പ്രദേശങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു. ഇസ്രായേലിന്റെ വടക്കൻ ഗ്രാമമായ റമോട്ട് നഫ്താലിയയിലെ അയൺ ടോം പ്രതിരോധ സംവിധാനത്തെ ഗൈഡ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ബുധനാഴ്ച ഹിസ്ബുള്ള പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ പീറ്റർ ലെബനൽ ഇത് നിഷേധിക്കുകയും ചെയ്തു. ഹിസ്ബുള്ള പോരാട്ടം തുടരാൻ തീരുമാനിച്ചാൽ ബെയ്റൂട്ട് ഗസയായി മാറുമെന്ന് ഡിസംബറിൽ തന്നെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇപ്പോൾ IDF ലക്ഷ്യമല്ല എന്ന് ധനമന്ത്രി ബെസാലൻ സ്മോട്രിച്ച് ഈ ആഴ്ച പറഞ്ഞതോടെ വലിയൊരു യുദ്ധഭീഷണി തൽക്കാലത്തേക്കെങ്കിലും മാറിയിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്.